പഠിച്ചോൻ എങ്ങനെയെങ്കിലും ഒന്ന് 10 മണിയായി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള അതിന്റെ ഉള്ളിൽ ബാരിക്കേഡൊക്കെ ഫുൾ പൊട്ടിച്ചിട്ട് ആൾക്കാരകത്ത് കയറുന്നു. പോലീസ് വന്നിട്ട് നിർത്താൻ പറയേണ്ടത് പറഞ്ഞു. 5 കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. പക്ഷെ എടുത്ത് അങ്ങോട്ട് പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. ഫാമിലി ഓറിയന്റഡ് ആയിട്ട് പിന്നെ നമുക്ക് അനാൻഷാനിയും കൂടി ഉൾപ്പെടുത്തിക്കുകയാണെങ്കിൽ പരിപാടി ഒന്ന് ഗംഭീരമാവുന്നുള്ളത്. നിങ്ങളെ കൊച്ചിയിലെക്കാട്ടും കുറച്ചുകൂടി സേഫ് ആണ് കോഴിക്കോട് ഇവന്റ് ചെയ്യാൻ. ഈ ഇവന്റിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മളെ ടൂറിസം മിനിസ്റ്റർ വിളിച്ചിട്ടുണ്ട്. വെൽക്കം ടു കോഴിക്കോട്ടങ്ങാടി. ട്യൂൺ ട്രയലിന്റെ 2 അമരക്കാരാണ് നമ്മുടെ കൂടെ ഇന്ന് കോഴിക്കോട്ടങ്ങാടിയിൽ അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി കൂടുന്നത്. ഇറാഷ്ക ആൻഡ് ഷാബിക്. അപ്പോൾ കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസിങ്, അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് കോഴിക്കോടിന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇവന്റിന്റെ കാര്യത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് തെളിയിച്ച ഒരു ഇവന്റാണ് കഴിഞ്ഞ ദിവസം നടന്ന GTECന്റെ 25ാമത്തെ വാർഷികം. അതായത് 25ാം വർഷത്തിലേക്ക് കടന്നു ട്യൂൺ ട്രയലാണ് ഇത് നടത്തിയത്. ഈ നടത്തുന്ന സമയത്ത്, അതായത് നമ്മളിപ്പം ഒരു ഇവന്റിലേക്ക് കടക്കുന്ന സമയത്ത് ഇപ്പൊ മറൂഫ്ക്കായിട്ട് സംസാരിക്കുന്ന അതിൽ ഇവന്റിൽ മെയിൻ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ടാവും. അതായത് ഇതിന് കാലിക്കറ്റ് തന്നെ ചൂസ് ചെയ്യാൻ പറയാൻ കാരണം GTECന്റെ തുടക്കം കോഴിക്കോടാണ്. അപ്പം ആ ഒരു ഇതിൽ കാലിക്കറ്റ് ബീച്ച് ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? കോഴിക്കോട് പിന്നെ ശരിക്കും പറഞ്ഞാല് പിന്നെ വെന്യൂക്കെ ചൂസ് ചെയ്തത് GTEC തന്നെയാണ്. നമുക്കിവിടെ കുറച്ച് വലിയ സ്പേസിൽ നടത്താൻ പറ്റിയ ട്രേഡ് സെന്റർ മാത്രമേ ഉള്ളൂ. അതില് പരിമിതി ഒരു 10,000 പാക്സിനെ അവിടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബീച്ച് എന്താ പറയാ, കോഴിക്കോട് നെട്ടണം എന്ന് പറഞ്ഞതിനെ കൊണ്ട് കോഴിക്കോട് ഞെട്ടിച്ചല്ലോ ആളുകൾ എന്തായാലും. പക്ഷെ എല്ലാരും പറയുന്നത് കോഴിക്കോട് കത്തിച്ചു എന്നാണ്. അതല്ല, ഇതെന്ന് സംബന്ധിച്ചാല് പിന്നെ ഒന്ന് GTECന് തന്നെ ഒത്തിരി സെന്റേഴ്സ് ഉണ്ട്. പിന്നെ 800 സംതിങ് 813 സെന്ററിലെ സ്റ്റുഡൻസും ആ ഒരു ഫാക്കൽറ്റീസും തന്നെ വരും. അത് തന്നെ അവരുടെ ഒരു വിജയമാണ്. ഒരു 4,000-5,000 സെയിം ഡേ തന്നെ അവരുടെ ആർട്ട് ഫെസ്റ്റും നടന്നിട്ടുണ്ട്, കലോത്സവം. അപ്പൊ അത് കൂടാതാണ് നമ്മളെ നാട്ടുകാരും അത് ഐക്യപ്പെട്ട അതിഥികളായിട്ടുള്ള അത്രയും ആൾക്കാർ വരും. അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ഏറ്റെടുത്തു. അത് പിന്നെ അതല്ല, നമുക്ക് പിന്നെ അറിയായിരുന്നു ആൾക്കാർ എന്താ വെച്ചാല് 2 ക്രൗഡ് പുള്ളേഴ്സ് ആണ് വരുന്നത്. ഹനാൻഷ ആൻഡ് വേടൻ. ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ ഈ 2 ആൾക്കാരെ ചൂസ് ചെയ്യാനുള്ള കാരണം സത്യം പറഞ്ഞാൽ കത്തിക്കണം. യൂത്ത് ഒരു ഫാമിലി ഓഡിയൻസ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഒന്ന് GTECന്റെ കോർ ഏരിയ സ്റ്റുഡൻസ് ആണ്. അപ്പം അവർക്ക് വേടനും ഫാമിലി ഓറിയന്റഡ് ആയിട്ട് പിന്നെ എന്താ പറയാ നമുക്ക് അനാൻഷാനിയും കൂടി ഉൾപ്പെടുത്തിക്കുകയാണെങ്കിൽ പരിപാടി ഒന്ന് ഗംഭീരമാവുന്നുള്ളത് നമ്മളെ ഫസ്റ്റ് മീറ്റിംഗില് അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ അത് തീരുമാനിച്ച് ലോക്ക് ചെയ്ത ആദ്യം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു 5 മാസം മുമ്പേ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാണ് ഫസ്റ്റ്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യത്തിലേക്കൊക്കെ പോയത്. അപ്പം പിന്നെ എന്താ പറയാ, ഈ ഒരു ഇവന്റ് ഇത്രത്തോളം സക്സസ് ആവുന്നുള്ളത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ട്യൂൺ ട്രയൽ മാത്രമല്ല, നമ്മൾ കൂടെ അസോസിയേറ്റ് ചെയ്ത വേറെ ആളുകളുണ്ട്. നമ്മൾ മാത്രം ക്രെഡിറ്റ് മേടിക്കുന്നത് അത് ശരിയല്ല. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ഇപ്പം വെഡ്കോം ഉണ്ട്. പിന്നെ അവരൊക്കെ നമ്മളെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഉണ്ടെങ്കിലാണ് അത് കൂടുതൽ. എന്താണ് നിങ്ങൾ പുതിയതായിട്ട് എന്താണ് കോഴിക്കോട്ട് കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാൽ അത് വിജയിക്കും എന്നുള്ളത് ആദ്യം ഒരു ധാരണ ഉണ്ടായത് കൊണ്ടാണ് ഈ സപ്പോർട്ടീവ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ. നമ്മളൊരു എന്റർടൈൻമെന്റ് കമ്പനിയാണ്. യെസ്. അപ്പോൾ നമുക്കൊരു ഷോ ചെയ്യുമ്പോൾ പിന്നെ ക്ലയന്റിന്റെ റിക്വയർമെന്റും അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം അവർ എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യണത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾക്ക് മീറ്റിംഗിൽ മനസ്സിലാവും. അപ്പൊ നമ്മളത് സത്യം പറഞ്ഞത് ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്യും. കറക്റ്റ് ഡിസൈൻസും കസ്റ്റമൈസും ചെയ്യും. മുർഷിയാണ് മുർഷിദാണ് ഫസ്റ്റ് പിന്നെ ഇതിലേക്ക് വിളിക്കുന്നത്. എന്റെ ഫ്രണ്ട് നൗഫൽ, അവനെ വിളിച്ചിട്ട് പിന്നെ ഇറാഷ് ഇവിടെ ഉള്ളത്, ഞാൻ ടൗണിലുണ്ട്, ഒരു വേടന്റെ എൻക്വയറി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ മുമ്പേ ഒരു ഇതിൽ പറഞ്ഞ പോലെ തന്നെ വേടന്റെ എൻക്വയറി കുറെ വരുന്നതാണല്ലോ. അപ്പൊ ഞാനിത് കുറെ കണ്ടതാണെന്നുള്ള രീതിയിൽ സത്യത്തിൽ ഇവന്റ്സ് നടത്തി എന്നുള്ള രീതിയിൽ വേടന്റെ
ബന്ധമുണ്ട്, അവര് ടീമേറ്റ് നല്ല സൗഹൃദമുള്ള ആളാണ് ഞാൻ. അപ്പൊ അത് അയാൾക്കറിയാം, എന്റെ ഫ്രണ്ടിനെ അറിയാം. അപ്പൊ അത് കണ്ടിട്ട് എന്നോട് വിളിച്ചതാ, അങ്ങനെ ഒരു വേടന്റെ അനാൻഷാന്റെ ഒരു എൻക്വയറി ഉണ്ട്, പിന്നെ ഒരു ഷോ നടത്താൻ വേണ്ടിയിട്ടാണ്, ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സത്യത്തില് ഒരു സാധനമാണെന്നൊന്നും എനിക്കറിയില്ല. ഒരുപാട് മീറ്റിംഗ് അങ്ങനെ ബ്രാൻഡ് ഏതാണെന്നോ ഇഷ്ടം പോലെ മീറ്റിംഗ്സിന് പോകുന്നതാണ്, കുറെ കോളുകൾ വരുന്നതാണ്. അതിലൊരു കോളായിട്ട് ഞാൻ കണ്ടുള്ളൂ. ഞാൻ ഷാബിക്കായിട്ട് സംസാരിച്ചോട് അങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട്, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഫസ്റ്റ് നമുക്ക് ജിടെക്കിന്റെ അറിയില്ല. അവര് കമ്മിറ്റി ആ ഒരു ജിടെക് ആണ് എന്നുള്ള ഒരു സംഭവം. ഒരാള് വരുന്നു, ഒബ്വിയസ്ലി ഇപ്പൊ പല രീതിയിലും ഷോ നടത്താനും വേണ്ടിട്ട് നമുക്ക് പല രീതിയിൽ എൻക്വയറി വരും. അതുപോലെ ആർട്ടിസ്റ്റിനെ മാത്രം എൻക്വയറി വരും, പിന്നെ ആർട്ടിസ്റ്റിനെ മാത്രം ചോദിച്ചിട്ട് എൻക്വയറി വരും. ഇനോഗ്രേഷൻ ആയിട്ടോ ഇതേമാതിരി കോൺസെർട്ട്. അപ്പൊ അത് ഏതാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. വേണ്ടത് ഞാൻ അനുസരിച്ച് വേണമെന്നേ പറഞ്ഞോളൂ. അപ്പം അവിടെ പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് ജിടെക്കിന്റെ ആവശ്യത്തിനാണ് പറഞ്ഞിട്ട് എന്നെ ജിടെക്കിന്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട്, പിന്നെ മുർഷിദ് ഈ നൗഫൽ എനിക്ക് മുർഷിദ് കണക്ട് ചെയ്ത് തന്നു. എന്നിട്ട് ഞാൻ പോയിട്ട് മുർഷിദിനായിട്ട് സംസാരിക്കണം. മുർഷിദ് കോർഡിനേറ്റ് ചെയ്തു. പിന്നെ ജിടെക്കിന്റെ ഭാഗത്ത് നിന്നിട്ട് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് മുർഷിയാണ്. അപ്പൊ മുർഷി എന്നോട് പറഞ്ഞു, ഇങ്ങനെ നമ്മളൊരു 25th ആനിവേഴ്സറി ആണ് ഫെബ്രുവരി 10. എനിക്ക് നമ്പർ 4-5 മാസം ഉണ്ട്. ഒക്ടോബറിലാണ്. ഈ 4-5 മാസം മുന്നേ ഈ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു എൻക്വയറീസും കാര്യങ്ങളും സ്റ്റാർട്ടിങ് മുതലേ നമ്മളാണ് അവരെ കൂടെ. അപ്പം ഇങ്ങനെ ആർട്ടിസ്റ്റിനെ വേണമെന്ന് പറഞ്ഞു. പിന്നെ വേടനും പിന്നെ അനാൻഷായും രഞ്ജിനി ഹരിദാസും. അത് ഓൾറെഡി ഹോസ്റ്റിംഗ് രഞ്ജിനി എന്ന് വെച്ചാൽ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല, ബ്രാൻഡഡ് ആണ്. നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആളുകളെ ചൂസ് ചെയ്യുന്ന സമയത്ത് രഞ്ജിനി ഹരിദാസ് ആണ് ഒരു ബെറ്റർ ഉണ്ട്. അപ്പൊ അവരെ സംസാരത്തില് നമ്മൾ മനസ്സിലാക്കിയെന്ന് സംബന്ധിച്ചാല് ഇത് അത്യാവശ്യം ആള് വരും. ഇവർ രണ്ടാളുമാണ്, അനാൻഷയും വേടനുമാണ് ഉള്ളത്. അപ്പം അത് എങ്ങനെ ബെസ്റ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം, കളർഫുൾ ആയിട്ട് ചെയ്യണം, പിന്നെ കോഴിക്കോട് ഇതുവരെ കാണാത്ത രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു സാധനം നമ്മൾ പ്ലാൻ ചെയ്തു. അതിന്റെ പ്രപ്പോസൽ നമ്മൾ കൊടുത്തു. അതിൽ ബെസ്റ്റ് എന്താ പറയാ പ്രൊഡക്ഷനിലാണ് മെയിൻ സാധനം. ബെസ്റ്റ് പ്രൊഡക്ഷൻ ടീമിനെ നമ്മൾ ചൂസ് ചെയ്തു. പിന്നെ ആർട്ടിസ്റ്റ് ഓൾറെഡി നമുക്ക് സെറ്റാണ്. പിന്നെ സ്റ്റേജിന്റെ ഡിസൈൻ ആയിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, സൗണ്ട് ആയിക്കോട്ടെ, SFX ആയിക്കോട്ടെ, ഇതുവരെ കോഴിക്കോട് കാണാത്ത രീതിയിലുള്ള ഒരു സാധനം ചെയ്യണം എന്നുള്ളത് നമ്മള് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് പൊതുവെ ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ മലബാർ ഏരിയയിൽ ഫുട്ബോളിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലം. അപ്പൊ ഈ ഫുട്ബോളിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണോ ഈ ഇതിൽ നമ്മളൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അനൗൺസ്മെന്റിന് ഷൈജു ദാമോദരനെ സെലക്ട് ചെയ്ത്. അതായത് അത് എന്താ അറിയോ, അത് ശരിക്കും ഞാൻ നേരിട്ട് ഇവന്റ് കണ്ട ഒരാളായതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഷൈജു ചേട്ടൻ അവിടെ വന്നു അനൗൺസ് ചെയ്തത് തന്നെ ആ ഫുട്ബോളിന്റെ ആരവത്തിന്റെ സംഭവത്തിലാണ് തുടങ്ങിയത്. ജിടെക്കിന്റെ ഇതില് ദ്രോൺ ഷോന്റെ കുറച്ച് മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ പുള്ളിയുടെ ആ അനൗൺസ്മെന്റ് തന്നെ അവിടെ ഉണ്ടാക്കിയ ഒരു ഓളുണ്ട്. ആ ഓളം ശരിക്കും പറഞ്ഞാൽ കോഴിക്കോടിനെ അറിയുന്ന ഒരാൾക്ക് അതിനെപ്പറ്റി ആ ഒരു രീതി, മലബാറിനെ അറിയുന്ന ഒരാൾക്ക് അത് നമ്മൾ ഇവന്റിൽ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഷൈജു ചേട്ടനെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ഇപ്പൊ ഈ ഷൈജു ചേട്ടനെ അതിൽ മുകളിൽ ഒരാളെ വെക്കാൻ ഉണ്ടാവില്ല പറയാൻ. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഇത് ഫുട്ബോളിന്റെ ഇതിൽ അനൗൺസ്മെന്റിന്റെ കാര്യത്തിൽ പുള്ളിയുടെ നോർമൽ ഇതിൽ മൈക്കില്ലെങ്കിൽ പോലും ആ സൗണ്ട് അത്രയും രീതിയിൽ, അതും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, സംഭവമാണ്. അതായത് സെലക്ട് ഈ ഇവന്റിൽ ആളുകൾ ഇന്ന ആള് വേണം എന്നുള്ളൊരു സംഭവം ശരിക്കും പറഞ്ഞാൽ അവർ ക്ലയന്റ് പറയുന്നതിനും നമ്മൾ എക്സ്ട്രാ ആഡഡ് ആയിട്ട് നമ്മളുടെ സജഷൻസ് ആയിട്ട് കൊടുത്തതാണോ എന്നാണ്. അല്ല അത് സത്യം പറഞ്ഞാൽ മെഹറൂഫിന്റെ സത്യം പറഞ്ഞ തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളോടൊരു സർപ്രൈസ് മാതിരി സംഭവം പറയുന്നത്. പിന്നെ രഞ്ജിനാണോ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ലോഗോ ലോഞ്ചിന്റെ ടൈമില് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റിനെ നമ്മള് പിന്നെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴാണ് ഗസ്റ്റ് ആരാന്നുള്ളത് നമ്മൾ ചോദിക്കണം. അപ്പൊ ഷൈജു ദാമോദരനാണ്. എന്താണെന്ന് വെച്ചാല് ഒന്ന് ആ ലോഗോ ലോഞ്ചിന്റെ 15 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റ് ആ കാര്യത്തിനെ പറ്റി സംസാരിക്കണം. രഞ്ജിന് 2 മണിക്കൂർ 3 മണിക്കൂർ ഓൾറെഡി പിന്നെ ലോഡ് സാധനം കണ്ടിന്യൂസ് സാധനമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു മെഹറൂഫ് പേഴ്സണലി പിന്നെ എന്താ പറയാ പ്ലാൻ ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് കണ്ടിട്ടാണ് നമ്മളടുത്ത് പറയണത് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാം. ഷൈജുവിനെ വീണ്ടും വിളിച്ചിട്ടുണ്ട്, നമുക്ക് സംസാരിച്ചിട്ടുണ്ട്, ഷൈജുവിനെ വെച്ചിട്ട് ചെയ്യാന്നുള്ള സാധനം. പക്ഷെ അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയി. പറഞ്ഞമാതിരി ഫുട്ബോളാണ് തുടങ്ങുന്നത് തന്നെ അടയാളപ്പെടുത്തുന്നതാണ് തുടങ്ങുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതും അത്രയും നല്ലൊരു സ്ഥലം അതിന് ഇതാക്കാനില്ല പറയാൻ. കാരണം അത് അത്രയും എന്താ പറയാ കടലിന്റെ ഒരു ഇതും ആ ഒരു
ഒരു ആംബിയൻസ്, ആ ഒരു ആംബിയൻസ്, ഓപ്പൺ ആയിട്ടുള്ള ആംബിയൻസ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റെടുത്തു, ജനങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട് ശരിക്കും. അതെ. അതിപ്പം പിന്നെ ആ ഒരു വെന്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു സാധനം. അത്രയും വലിയ കോഴിക്കോട് ഓപ്പൺ ബീച്ചിൽ ഞാൻ ഇതുവരെ പെർഫോം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ ഞാൻ അറിയും. അപ്പൊ അത്രയും ജനങ്ങളുടെ മുമ്പിൽ അത്രയും വലിയ സ്റ്റേജിൽ ആര് കയറിയാലും അതൊരു പ്രൗഡ് തന്നെയാണ്. അത് ഒരു ആർട്ടിസ്റ്റിന്റെ കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ ആണ്. അത് എപ്പോഴും ഒരു പൊൻതൂവലാണ് ആർട്ടിസ്റ്റിന്റെ കരിയറിൽ. കോഴിക്കോട് ബീച്ച് അറിയാലോ, എപ്പോഴും ഒരു വൈബായിട്ടുള്ള ഏത് 2 മണിക്കാണെങ്കിലും 2 മണിയായാലും 3 മണിയായാലും ഒക്കെ ഓണാണ്. ഇപ്പൊ നമ്മളെ കേരളത്തില് അങ്ങനത്തെ ഒരു ബീച്ചില്ല. അത്രയും നീണ്ടു നിൽക്കുന്ന ഒരു ആ ഒരു രീതിയിൽ ആക്റ്റീവായിട്ട് നമ്മള് അവിടെ വെച്ചിട്ട് നമ്മള് പിന്നെ ഓപ്പൺ സ്റ്റേജാണ്, വലിയ സ്റ്റേജ്, അത്രയും ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേജിൽ നമ്മൾ ഇത്രയും വലിയൊരു ഇവന്റ് ചെയ്യുമ്പോൾ ഏതൊരു ആർട്ടിസ്റ്റിനും പ്രൗഡ് ആയിരിക്കും ആ ഒരു സ്റ്റേജിൽ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത്. അത് ഞാന് സത്യത്തിൽ എക്സ്പീരിയൻസ് ചെയ്താ. അപ്പൊ അവിടെ പിന്നെ ആ ഓപ്പർച്യൂണിറ്റി കിട്ടുക പറഞ്ഞാൽ അതില് അവർക്ക് ലൈഫിൽ പിന്നെ ആ ഒരു ഇതില്ല, അത്രയും വലിയ സ്റ്റേജ് അല്ലേ സംഭവം. അപ്പൊ അത് അവിടെ പെർഫോം ചെയ്ത ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, പിന്നെ ഇനിയിപ്പം ഞാൻ പരിചയമുള്ള തന്നെ ആർട്ടിസ്റ്റൊക്കെ അവർക്കൊക്കെ ഇഷ്ടമാണ് കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് അത്രയും ക്രൗഡിന്റെ മുമ്പിൽ ഒന്ന് പെർഫോം ചെയ്യാൻ പിന്നെ ആഗ്രഹം ഉണ്ട് എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ച ആർട്ടിസ്റ്റുകളുണ്ട് ഇതിലല്ലേ. അപ്പൊ അത് അത്രയും വലിയൊരു ഇവന്റ് നടത്തി പിന്നെ അവരൊക്കെ ഹാപ്പി ആയിട്ട് കാണുമ്പോൾ അത് നമുക്കും ഭയങ്കര ഒരു അഭിമാന നിമിഷം തന്നെയാണല്ലോ. ഒന്ന് ഇവിടുത്തെ ജനങ്ങൾ നമ്മളെ കോഴിക്കോട് പിന്നെ ഇത്രയും വലിയ എനിക്ക് 1,00,000 മുകളിൽ ആൾക്കാർ ആ ബീച്ചിലുണ്ടായിരുന്ന സംഭവം. നമ്മള് ഇവന്റ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് പിന്നെ ഭയങ്കര സംഭവമായിട്ട് പറയുന്നുണ്ടെങ്കിലും പോലും നമ്മള് സ്റ്റേജിൽ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ടെൻഷൻ അടിക്കാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാല് ഒരു പാനിക് ആവുന്ന സിറ്റുവേഷനിലേക്ക് വരെ പോയിട്ടുണ്ടായിരുന്നു. അതാരും അറിയില്ലല്ലോ സംഭവം. പക്ഷെ അത്രയും ക്രൗഡ് ഏത് സമയം എന്തും സംഭവിക്കും, ഫുൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ SFXന്റെ ആരും അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത കാര്യമാണ് സംഭവം. എനിക്ക് തോന്നുന്നു ജസ്റ്റ് ആ ഒരു ഇവന്റ് നടക്കുന്ന സമയത്ത് തന്നെ ആളുകൾ ഇത്രയും ക്രൗഡഡ് ആവും എന്നുള്ളൊരു ഇത് ആദ്യം എനിക്ക് തോന്നുന്നു. ഈ ഒരു നോർമൽ അതല്ല, 2 ആർട്ടിസ്റ്റ് വരുന്നതുകൊണ്ട് ക്രൗഡഡ് ആയി കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. ഒരു സ്ക്രീൻ അല്ലാതെ എക്സ്ട്രാ ഒരു സ്ക്രീൻ സ്റ്റാർബക്സിന്റെ ആ ഒരു ഈ സൗത്ത് ബീച്ചിൽ ഇതിൽ തന്നെ വേറൊരു സ്ക്രീനും കൂടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ക്രീനിന്റെ ഇത് ചെയ്തത് ഐ തിങ്ക് അതിന്റെ ഒരു വിഷ്വൽ ഞാൻ കണ്ടായിരുന്നു. ആ വിഷ്വലിൽ അതേ സ്ക്രീനിന്റെ മുന്നിൽ പോലും ആളുകൾ ക്രൗഡഡ് ആയിട്ടുണ്ട്. നമ്മള് സ്റ്റാർബക്സ് പാരഗൺ കഴിഞ്ഞിട്ട് പോലും ആൾക്കാരുണ്ട്. പിന്നെ ഡ്രോണിന്റെ വിഷ്വൽ ഉണ്ടല്ലോ, അതിൽ കറക്റ്റ് മനസ്സിലാവും എത്ര ആൾക്കാർ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഷോ നടക്കുന്ന ടൈമില് ഇതിന്റെ ബാക്കിലെ ഹാർഡ് വർക്കും ഇതിന്റെ ടെൻഷനും പെയിനൊന്നും അത് സത്യം പറഞ്ഞാൽ കാണാതെ പോകുന്ന ഒരു കാര്യമാണ് സംഭവം. ഷോ നടത്തി കഴിഞ്ഞാൽ നമ്മളാണെന്ന് പറയുമ്പോൾ ഒരു സാധനത്തിന് അത് സത്യം ആ ഷോ നടക്കുന്ന ടൈമില് പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. എന്താണെന്ന് വെച്ചാൽ അത്രയും ക്രൗഡ്, പോലീസിനും ബൗൺസേഴ്സും മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അതെ, നല്ല രീതിയിൽ ബൗൺസേഴ്സ് ആയിക്കോട്ടെ, നമ്മളെ കേരള പോലീസ് ആയിക്കോട്ടെ, പിന്നെ അത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നിട്ട് ഒരു പ്രശ്നം പോലും, ഒരു കാഷ്വാലിറ്റി പോലും റിപ്പോർട്ട് ചെയ്തില്ല. അപ്പോ പിന്നെ നമ്മൾ നേരിട്ട് കാണാം. ഞാനൊക്കെ സ്റ്റേജിലാണല്ലോ ഉള്ളത്. സ്റ്റേജിൽ നിൽക്കുമ്പോൾ പഠിച്ചോൻ എങ്ങനെയെങ്കിലും അത് 10 മണിയായി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ആ ടൈം കഴിഞ്ഞാൽ തീരുമല്ലോ സംഭവം. അതൊന്നും ആയാ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥന തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ആൾക്കാർ ഒരു പൂഴി മുകളിലിട്ടാ താഴെത്താൻ എത്തില്ല, അത്രയും ക്രൗഡാണ് നമ്മൾ. അപ്പം എന്താ പറയാ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ഇവന്റ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് എൻഡ് ചെയ്യുന്ന വരെയുള്ള ഒരു പീക്ക് ടൈം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവന്റ് നമ്മള് 3-4 ദിവസം പിന്നെ നമ്മൾ അവിടെ തന്നെയാണ്, സ്റ്റേജിന്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നത്. നമ്മള് 7-ാം തീയതി മുതൽ ശരിക്കും നിങ്ങൾ എത്ര ദിവസം ഉറങ്ങിയിട്ടുണ്ടോ ശരിക്കും? അതായത് ഇപ്പൊ ഇവന്റ് 4-5 ദിവസം സത്യം പറഞ്ഞാല് 2-3 മണിക്കൂർ മാത്രം, 2 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങിയോ. വീട്ടിൽ പോലും പോയിട്ടില്ല. അതെ, നമ്മള് പ്രൊഡക്ഷന്റെ ടീമും നമ്മളും എല്ലാവരും കൂടി കൂടിയിട്ട് ബീച്ചിന്റെ അടുത്ത് തന്നെ ഫ്ലാറ്റില് റൂം എടുത്തിട്ടാണ്. എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് പറയാൻ കാരണം. ഇനിയിപ്പം ഈ ഒരു ഇവന്റ് അങ്ങനത്തെ ഈ ഫീൽഡിലേക്ക് വരുന്ന ആളുകൾ പോലും അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളെ എഫേർട്ടിന്റെ അല്ല, അതായത് ഈ ഇവന്റ് കംപ്ലീറ്റ് ആവുന്ന വരെ ഇല്ലെങ്കിലും ആ ഒരു എഫേർട്ട് എടുക്കുന്നതിലും ഉറക്കം ഒഴിഞ്ഞിട്ട് അതിൻ്റെ വയ്യെ നടക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പെർഫെക്ഷൻ ഹൈ ലെവലിൽ എത്തിക്കുക എന്നുള്ളത്
അവരുടെ ഇത് നിങ്ങളൊരു കടമയാണ്. അപ്പോൾ ആ ഒരു കടമയിൽ എത്തുന്നതിന് മുന്നേ നമ്മളെ ഒരു ഹെൽത്തും കൂടി അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ഇപ്പോൾ ഉറങ്ങാൻ പോലും സമയം ഉണ്ടാവില്ല. അത് സംഭവമല്ലേ? അല്ല, ഇതെന്ന് സംബന്ധിച്ചാൽ 72 hours അല്ലേ കറക്റ്റ് പറയണെങ്കിൽ 72 മണിക്കൂർ സ്റ്റേജിന്റെ പ്രിപ്പറേഷനും അതിന്റെ കൺസ്ട്രക്ഷൻ ആയിട്ട് അവിടെ ലൈവാണ്. ആ 72 hours ബ്രേക്ക് ഇല്ലാത്ത വർക്കാണ്. പിന്നെ പ്രൊഡക്ഷൻ ടീം വന്നിട്ട് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അപ്പോഴൊക്കെ നമ്മൾ അവിടെ തന്നെ ഉണ്ട് എല്ലാ കാര്യത്തിനും. പക്ഷെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടാണ് പോണത്. കോർഡിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അല്ലാന്നുണ്ടെങ്കിൽ പലതും പാളി പോകുന്നു. ഇപ്പൊ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ തന്നെ സാധാരണ ഒരു ഉച്ച സമയമൊക്കെ ആവുന്ന സമയത്ത് സൗണ്ട് ചെക്ക് ഉണ്ടാവും. അതെ. ഈവൻ എനിക്ക് തോന്നുന്നു ഈ ഇവന്റിൽ സൗണ്ട് ചെക്കിന് പോലും ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പരിപാടി ഇന്ന് ഉച്ചക്കിട്ട് തുടങ്ങിയോ എന്നുള്ളതിലൊക്കെ ആ ഒരു രീതിയിലായിരുന്നു ആർട്ടിസ്റ്റിന്റെ ആ ഒരു ഇതിൽ ആർട്ടിസ്റ്റിനെ കണ്ടതിന് ശേഷം റോഡിൽ വരുന്ന വണ്ടികൾ അവിടെ റോഡ് ബ്ലോക്ക് ആവുന്നു, പിന്നെ പോലീസ് ഇടപെടുന്നു. അതായത് ആ ഉച്ച സമയത്ത് പോലും വേടനും ഹനാൻഷയുടെ സൗണ്ട് ചെക്കിന്റെ സമയത്തുണ്ടായ ക്രൗഡ് നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് കണ്ടൊരാണ് ഇവന്റ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഇതാക്കിയത്. അപ്പം ശരിക്കും അത് പലരോടും ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണ്, സൗണ്ട് ചെക്കിന് പോലും അവിടെ ഫുള്ളായിരുന്നു. ആ സമയത്തും ആളുണ്ടായിരുന്നു. അത് ആർട്ടിസ്റ്റിനെ ആ സമയത്തെങ്കിലും കാണാലോ, പിന്നെ രാത്രി ആവുമ്പോൾ പിന്നെ ഒന്ന് അങ്ങ് അറ്റത്തുനിന്ന് കാണേണ്ട അവസ്ഥയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും ആ സമയത്ത് വന്നിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഒരു 8:30 ആകുമ്പോഴത്തേന് ആൾക്കാർ വന്നിട്ടുണ്ട് രാവിലെ. യെസ്, രാവിലെ വന്നു. എന്താ നമ്മള് നോർമലി സൗണ്ട് ചെക്ക് രാവിലെയാണ് പ്ലാൻ ചെയ്തത്. അന്ന് അനാൻഷ പിന്നെ ബോംബെയിൽ ഷൂട്ടിലാണ്, കാട്ടാളന്റെ ഷൂട്ട്. അപ്പൊ അവിടുന്ന് അവന് കോഴിക്കോടത്തേക്ക് ഫ്ലൈറ്റ് കിട്ടാതെ പിന്നെ കൊച്ചിയിലേക്ക് വന്ന് ബൈ റോഡ് 10-ാം തീയതി രാവിലെയാണ് അവൻ കോഴിക്കോട് എത്തുന്നത്. അങ്ങനെ വരുന്നത്. വേടനും അതേമാതിരി തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഏർലി മോർണിംഗിലാണ് 3-4 മണിയൊക്കെ കോഴിക്കോട്. പിന്നെ ഒന്ന് ആ ട്രാവൽ ചെയ്തതിന്റെ ഒരു ക്ഷീണം തീർത്തിട്ടാണ് കിടന്ന് ഉറങ്ങേണ്ടി വരും, പെർഫോം ചെയ്യാനുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് രാവിലെയുള്ള സൗണ്ട് ചെക്ക് നമ്മൾ ഉച്ചക്കത്തെ ആക്കിയത്. പക്ഷെ രാവിലെ സൗണ്ട് ചെക്ക് ഉണ്ടാവും എന്നുള്ളത് അറിയുന്ന കുറെ ആളുകളാണ്. അത് കോഴിക്കോട്ടുകാര് ഇവന്റ് ഉള്ള ദിവസം അന്ന് എന്തായാലും സൗണ്ട് ചെക്ക് ഉണ്ടാവും എന്നുള്ള ചിന്താഗതിക്കാരായി മാറി. ഫാമിലി ആയിട്ട് വന്നിട്ട് എന്നോട് തന്നെ ഒത്തിരി പേര് ചോദിച്ചു അവരെപ്പോഴാ അല്ലാതെ വന്ന് ചോദിച്ചിട്ടുണ്ട്, അനാൻഷ എപ്പോഴാ വരാ, ഇവര് ഇപ്പം സൗണ്ട് ചെക്കിന് വരൂലെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ വന്നിട്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു രാത്രിത്തെ ആ ക്രൗഡില് ഈ ആർട്ടിസ്റ്റിനെ അത്രയും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. ഈ ചിത്രമൊക്കെ വരച്ചിട്ട് കൊണ്ടുവരുന്നവരുണ്ടാവും. അവര് വരെ ആ സമയത്തായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, നല്ല ഫോട്ടോ കിട്ടും എന്നുള്ള രീതിയിൽ സൗണ്ട് ചെക്കിന്റെ സമയത്ത് വന്നിട്ടുണ്ട്. അത് തികച്ചും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇവന്റ് ലാസ്റ്റ് ടൈം പയ്യനെ ഫസ്റ്റ് വന്ന് ചോദിച്ചു മേഡം പെർഫോം ചെയ്തോണ്ടിരിക്കല്ലേ, അപ്പൊ ഒന്ന് ടൈം പ്രശ്നമുണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞു മോനെ ഇപ്പം പറ്റില്ല, ഇനി അവിടെ നിൽക്കുന്നു പറഞ്ഞു. പിന്നെ അത് പരിപാടി കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ടൈമിൽ അത്ര എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. അപ്പോൾ അതിന്റെ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്താ പറയാ, ഇങ്ങനത്തെ കഴിവിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒന്ന്. പിന്നെ ഈ ആർട്ടിസ്റ്റോടൊക്കെ ആരാധന മൂത്തിട്ടുള്ളതാണ്. നമുക്കതൊന്നും തടയാനൊന്നുമില്ല. ഏതൊരു അവർക്ക് ഇത്രയും നല്ലൊരു പ്രൗഡ് മൊമെന്റ് വേറെ ഉണ്ടാവില്ല. അത് ആർട്ടിസ്റ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് അവരുണ്ടാക്കിയ ആർട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ എനിക്കാണ് വേടം പെർഫോം ചെയ്യുമ്പോ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു പയ്യൻ സ്റ്റേജിൽ കയറി ഓടിക്കേറി പിടിച്ചപ്പോ അവൻ മലയാളിയല്ല, അവന് കോയമ്പത്തൂർ തെറ്റ വന്നാണ് വേടനെ കാണാൻ. നമ്മള് ഫുട്ബോൾ കളിക്കുമ്പോ മെസ്സിന്റെ ഗ്രൗണ്ടിലാണ് അതേപോലെ കോഹ്ലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതേപോലെ വേടം പെർഫോം ചെയ്തു അവൻ അതിലെ കയറി എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. പറയുമ്പോ നമ്മളെ ടീമുണ്ട്, ക്രൂ ഉണ്ട്, പിന്നെ ബൗൺസേഴ്സ് അവിടെ ഉണ്ട്, അപ്പുറത്ത് പോലീസ് ഉണ്ട്. പക്ഷെ അവൻ ഉള്ളിലെത്തി പിടിച്ചപ്പോഴാണ് തമിഴില് സംസാരിക്കുന്നത്. ഞാൻ തമിഴ്നാടെണ്ണ പറഞ്ഞിട്ട് വേടന്റെ അടുത്ത് പറയണത്. പക്ഷെ ഏറ്റവും വ്യത്യസ്തമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് പഞ്ചാബിലുള്ള. അതൊരു അത്യാവശ്യം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആ ഒരു രീതിയിൽ അത് ആ പാട്ടിന്റെ മോണലോവ ഈ പാട്ടിന്റെ ഇത് ഹിന്ദിയിൽ പാടി മീൻസ് അതായത് പഞ്ചാബി സ്റ്റൈൽ ഇത് ഇതാക്കി. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് ആളുകളിൽ ഒരു എഫക്ട് ഉണ്ടാക്കിയിട്ട് കാണാത്തൊരു എക്സ്പീരിയൻസ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവം. വേടൻ അതിന് നല്ല രീതിയിൽ
സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. വേടന് ഒരു ചെറിയൊരു കുഞ്ഞാണെങ്കിലും ഏത് പാടനാണെങ്കിലും അവൻ വിളിച്ച് സ്റ്റേജ് കയറ്റി. അവൻ അങ്ങനെ ആണ്. അതുമല്ല അവിടെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് മണല് വാരി എറിഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ വന്നത് അവനെ കണ്ണാ കുട്ടാന്ന് പറഞ്ഞ ആ രീതിയിൽ തന്നെയാണ് അത് നൈസായിട്ട് ഡീൽ ചെയ്തു. അവന് സംസാരിക്കുമ്പോ അത് നമുക്ക് കേൾക്കാൻ തോന്നും, അനുസരിക്കാൻ തോന്നും. അതാണ് അവന്റെ ഒരു ക്വാളിറ്റി. വരികളിൽ കൂടെ തന്നെ അത് കാര്യങ്ങൾ പറഞ്ഞ് ഇതാവാന്നുള്ളൊരു സംഭവം ഉണ്ട്. അടി ഉണ്ടാക്കുകയാണെങ്കിലും അവൻ അതിൽ ഇടപെട്ടിട്ട് സംസാരിക്കുമല്ലോ. അടി ഉണ്ടാക്കി എനിക്ക് തോന്നുന്നു ശരിക്കും ഒറ്റപ്പെട്ട 1-2 സാധനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇവന്റിൽ. അവൻ ഇടപെട്ടിട്ടുണ്ട്, അത് എവിടെയും ചെയ്തിട്ടുണ്ട്. അതെ, പോലീസും മോൺസൂസും തക്ക സമയത്ത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തതിനെ കൊണ്ട് ആ ഒരു പ്രശ്നം ഒന്നുമില്ലാത്ത രീതിയിൽ ഒഴിവായും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇറാഷ്ക, ഒരു കാര്യം, ഈ എന്റർടൈൻമെന്റ് ഫീൽഡിലേക്ക് എത്താനുള്ള കാരണം എന്താണ് രണ്ടാൾക്ക്? ഞാൻ 8 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. 8 വർഷമായിട്ടുണ്ട്. 4 വർഷം മുമ്പ് കോഴിക്കോടും കൊച്ചിയിലും പോപ്പ് ഫ്ലീ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലീ മാർക്കറ്റ് നമ്മുടെ ഇവിടെ മറൈൻ ഗ്രൗണ്ടിലും കൊച്ചിയിലും മറൈൻ ഡ്രൈവിലും പോപ്പ് ഫ്ലീ എന്ന് പറഞ്ഞിട്ട് ഞാനും സാജു ബന്ന നമ്മൾ 3 ആൾ കൂടിയാണ് ചെയ്തത്. അപ്പൊ ഭയങ്കര സക്സസ് ആയിരുന്നു. കോഴിക്കോട് 3 ദിവസത്തെ ഇവന്റും കൊച്ചിയിൽ 4 ദിവസത്തെ ഇവന്റാണ്. എനിക്കൊരു 24-25 ബാൻഡ് റാപ്പേഴ്സും പെർഫോം ചെയ്തു ഈ 3 ദിവസം. അത് ഇവിടെ കോഴിക്കോട് വന്ന എല്ലാവർക്കും അറിയാം. അതിനുശേഷം 1-2 പ്രാവശ്യം നമ്മൾ KLF ഓർത്തോസ് ഒക്കെ വന്നപ്പോൾ ഡേറ്റ് ക്ലാഷ് വന്നപ്പോൾ പിന്നെ നമ്മള് അത് ചെയ്യാതെ വന്നത്. അപ്പൊ അതുകൊണ്ട് ഇവന്റ് നമ്മൾ ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ കുറച്ച് വലിയ ഇവന്റ്സ് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ഡ്രീം ആയിരുന്നു. വലിയ ഇവന്റിനെക്കാളും കൂടുതൽ ഇതൊരു വലിയ ഒരു ആഘോഷമാക്കി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇവന്റിനെ നമ്മള് എന്താ പറയുക ആഗ്രഹിച്ചതിനെക്കാട്ടും കൂടുതൽ ഹൈ ലെവൽ ഓഫ് റെസ്പോൺസ് ആണ് തിരിച്ചു വന്നത് തന്നെയല്ല. അതെ. നമ്മളിപ്പോ കൊച്ചിയില് ഇപ്പൊ നമ്മളൊക്കെ ഇവന്റ്സ് ഈ ഷോസ് ഒക്കെ പോയി കാണുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ കൊച്ചിയില് അലൻ ബാക്കർ വരുന്നുണ്ട്, അല്ല സൺബേൺ വരുന്നുണ്ട്, ബാംഗ്ലൂർ മറ്റൊരു വരുന്നുണ്ട്, സണ്ണി ലിയോൺ വരുന്നുണ്ട്, പല സ്ഥലത്തും അവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ഡിഫറെന്റ് കാറ്റഗറി വരുന്നുണ്ട്. അത് ഡൽഹി വരുന്നുണ്ട്, അഹമ്മദാബാദ് വരുന്നുണ്ട്. നാഷണൽ ലെവൽ നോക്കുമ്പോ നമ്മുടെ നാട്ടിൽ ഷോസ് കുറവാണ്. ഇപ്പൊ കാനിയ വെസ്റ്റിന്റെ ഒരു ഷോ അനൗൺസ് ചെയ്തു. സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂരുള്ളൂ, പിന്നെയുള്ള കൊച്ചിയാണ്. പിന്നെ കോഴിക്കോട് ആ ഒരു ഹോട്ട്സ്പോട്ട് ആവുന്നില്ല. എന്തുകൊണ്ടെന്നുള്ളൊരു സംഭവം ഉണ്ട്. ഇത്രയും ജനങ്ങളുണ്ട്, ഏത് തരം മ്യൂസിക് അക്സെപ്റ്റ് ചെയ്യുന്ന ഏത് ജോണർ ആണെങ്കിലും, EDM ആണെങ്കിലും, ഖവാലി ആണെങ്കിലും, ഗസൽ ആണെങ്കിലും, ഏത് തരം മ്യൂസിക് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കോഴിക്കോട് കൊടുന്നൂടാ? ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള ഇതാണെങ്കിൽ പോലും അത് ആസ്വദിക്കാൻ കോഴിക്കോടിന് ഒരിതുണ്ട്. ഇപ്പൊ നമ്മള് രാത്രി ഒരു സ്പീക്കർ വെച്ചിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഖവാലി ഗസല് നമ്മള് ബീച്ചിൽ 2 മണിക്ക് വെച്ചാലും ശരിയായ ആൾക്കാര്. അതാണ് ആ ഒരു എന്താ പറയാ ആ ഒരു മുഖച്ഛായ മാറ്റാൻ കാരണം തന്നെ അതൊരു ചേഞ്ചസ് വന്നിട്ട്. പിന്നെ ഒരു കാര്യം ഞാൻ കണ്ടൊരു കാര്യമാണ്, അതായത് സിനിമയുടെ ഹബ്ബ് എന്ന് പറയാൻ കൊച്ചിയാണ്. പക്ഷെ നമ്മുടെ കോഴിക്കോടിനെ ഇപ്പോഴത്തെ ഒരു ഇവന്റും കാര്യങ്ങളും വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അതായത് പെർഫോമൻസ് കാര്യങ്ങൾ ഇവന്റ്സിന്റെ ഒരു ഹബ്ബായി മാറാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കോഴിക്കോടാണെന്ന്. നമ്മളൊരു നിമിത്തമായിട്ട് ചെയ്തൊരു ഇവന്റ് ആണ് അത്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി മുകളിൽ അതിന്റെ റിസൾട്ട് കിട്ടി. അത് പിന്നെ ജിടെക്കും ഹാപ്പിയാണ്, നമ്മളതിനെക്കാട്ടി ഹാപ്പിയാണ്. നമ്മളെ ജനങ്ങൾ, എസ്പെഷ്യലി മലബാർ ഏരിയയിലുള്ള എല്ലാ ജനങ്ങളും മൊത്തത്തിൽ അവന്റെ ഏറ്റെടുത്തു. അവര് കാണാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവരവിടെ കണ്ടു. അത് നമുക്ക് ഇങ്ങനെയും ഇവന്റ്സ് ചെയ്യാൻ പറ്റും, നമ്മളത് തെളിയിച്ചു കൊടുത്തു. വലിയ വലിയ ഇവന്റ്സ് നമുക്ക് കോഴിക്കോട് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഇവന്റ്സ് അതൊരു ഫെസ്റ്റിവൽ ആയിട്ട് നടത്തുന്നതാണ് കുറച്ചുകൂടി. അതെ, ഇപ്പം ഞാൻ പറയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റ്, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് എടുക്കുകയാണ്, അതിന് ചൂസ് ചെയ്യാൻ വേറെ കേരളത്തിൽ ഒരു സ്ഥലമില്ല എന്ന് തന്നെ പറയാം. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഏതൊരു ഇവന്റ് ആണെങ്കിൽ പോലും ഒരു ഫെസ്റ്റിവൽ മൂഡാണ്. അത് അപ്രീഷിയേറ്റ്. ഇപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങരന്റെ ഒരു ക്ലിപ്പ് എന്നൊക്കെ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് കോഴിക്കോട് ചൂസ് ചെയ്യാൻ. എന്ത് പറഞ്ഞാലും നല്ല രീതിയിൽ ജനങ്ങൾ അത് തിരിച്ച് മറുപടി സ്വീകരിക്കുന്നുണ്ട്. അത് തന്നെയാണ്. അല്ല, നമ്മളിപ്പം കണ്ടല്ലോ അത്രയും ആൾക്കാർ വന്നിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഈ ഒരു ഷോ വളരെ ഭംഗിയായിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വന്ന ഓരോരുത്തരും നമ്മളോട് എന്താ പറയാ, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ച മാതിരി ഇതിന്റെ റിസൾട്ട് വരില്ലേ. പിന്നെ നമുക്കിപ്പോ ഈ കോഴിക്കോട് ഇവന്റ് ചെയ്യുമ്പോൾ ഞാനും ഇപ്പം നിന്റെ ഫ്രണ്ട്സിനോടായിക്കോട്ടെ, കൊച്ചിയിലെ ഫ്രണ്ട്സിനോടായിക്കോട്ടെ, ഞാൻ അവരോടൊക്കെ പറയല് നിങ്ങളെ കൊച്ചിയിലെക്കാട്ടും കുറച്ചുകൂടി സേഫ് ആണ് കോഴിക്കോട് ഇവന്റ് ചെയ്യാൻ. പ്രത്യേകിച്ച് എസ്പെഷ്യലി നമ്മളിവിടുത്തെ ലോക്കൽസ് ആണ്. അപ്പം പിന്നെ ഇവിടെ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആൾക്കാര് സത്യം പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവാണ്. ഇങ്ങനത്തെ പലതും അല്ല, നമുക്കിപ്പോ മലബാറിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ അപ്പൊ ഒരു രീതിയിലാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഇവന്റ്സ് കാണുന്നത് ഈ എന്താ പറയാ കൊച്ചി ഏരിയകളിലാണ്. അപ്പോൾ അവിടെ വലിയ ഇവന്റ്സ് വരുമ്പോൾ അവർക്കും ആഗ്രഹം ഉണ്ടാവും, നമ്മൾ എന്തിനാ അവിടെ പോയി കാണുന്നത്, നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി വന്നിരുന്നെങ്കിലോ എന്നുള്ളൊരു ചോദ്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. എന്നുവെച്ചാൽ ഇത്രയും വലിയൊരു ഇവന്റ് ചെയ്യണം. ഇപ്പൊ നമ്മള് പിന്നെ
ഒന്ന് രണ്ട് പ്ലാനിങ് മീറ്റിംഗ് ഒക്കെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഇവന്റിന് മുമ്പേ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്റർനാഷണൽ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് കോഴിക്കോട് നല്ലൊരു ടെക്നോ ഇവന്റ് ടെക്നോ ഇവന്റ് ഉണ്ട്. ഇപ്പത്തെ യൂത്തിന് വേണ്ടതും അതാണ്. അത് ഓൾറെഡി നമ്മൾ മുമ്പേ നമ്മളൊരു ടെക്നോ 2 മാസം മുമ്പേ ടെക്നോ ചെയ്തിട്ടുണ്ട്. അത് ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. നമുക്ക് നല്ല, അതായത് ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു ഇവന്റ് നടത്താൻ പറ്റുമോ എന്നുള്ള ഒരു രീതിയിലാണ് അത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്താണ്. അത് ഇവിടെയുള്ള കോഴിക്കോട്ടുള്ള ആൾക്കാർ ഭയങ്കര ഏറ്റെടുത്താണ്. ഡിഫറെന്റ് സ്റ്റൈലിലാണ് ചെയ്തത്. അതെ നമുക്ക് തന്നെ നമ്മളോട് തന്നെ പേഴ്സണലി ഒരുപാട് മെസ്സേജ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂരും ഗോവയിലൊക്കെ ഇങ്ങനെ കണ്ടോളൂ, പിന്നെ കോഴിക്കോട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് പുറത്തുള്ളതൊക്കെ എന്ന് പറഞ്ഞാല് നൈറ്റിൽ മാത്രമേ, മീൻസ് കേരളത്തിൽ മാത്രമേ നൈറ്റിൽ ഇവന്റ്സ് നടക്കുന്നുള്ളൂ. പക്ഷെ പല സ്ഥലങ്ങളിലും ഒരു എന്താ പറയാ, ഒരു ഫോറസ്റ്റ് ഏരിയയിലും ഇതിലൊക്കെ ഡേയില് ഇതേപോലത്തെ DJ പ്രോഗ്രാംസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനത്തെ പാർട്ടികൾ ഇവിടുത്തെ നിയമത്തിന്റെ ആണോണ്ട് അറിയില്ല, പിന്നെ ടൈമിന്റെ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാവും, പിന്നെ ഡേയിലുള്ള ആളുകളെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ള അറിയില്ല. പക്ഷെ ഡേയിലും DJ പ്രോഗ്രാംസും കാര്യങ്ങളും ഇപ്പം കൊച്ചിയിലൊക്കെ ഇവന്റ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കോഴിക്കോട് മലബാർ ഏരിയയിൽ വളരെ കുറവാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഇതിന് നമുക്ക് എല്ലാത്തിനും ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണം. എങ്ങനെയാണെങ്കിലും നിയമത്തിന്റേതായ വഴികൾ നടക്കണമല്ലോ. ടൂറിസം വകുപ്പിന്റെ സപ്പോർട്ട് വേണം. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മള് വിദേശത്ത് ഇല്ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. എന്നുവെച്ചാൽ അത്രയും ആൾക്കാർ വരും. പേപ്പർ ഭാഗങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ ആളുകൾക്ക് കൂടുതൽ അത് നല്ല രീതിയിലാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും. അതെ അങ്ങനെ വന്നിട്ട് ചെയ്യാനും നമുക്ക് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ വരും. പിന്നെ അതിനുള്ള സ്പേസ് ഉണ്ട്. അതിനുള്ള അനുമതി തന്നിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. എന്നുവെച്ചാൽ നമുക്ക് ഇതേമാതിരി 1-2 ആളുകൾ നമ്മളടുത്ത് ചോദിച്ചാൽ അങ്ങനെ ചെയ്തൂടെ, വയനാട് ഏരിയയിലൊക്കെ അങ്ങനെ ചെയ്തൂടെ, പുറത്ത് വിദേശ ആൾക്കാരൊക്കെ അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അതെ പറയാൻ കാരണം കേരളം ഇങ്ങനെ പച്ചപ്പ് ഉള്ള രീതിയിൽ ഇങ്ങനെ വിടന്ന് മീൻസ് കിടക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫോറസ്റ്റ് ഏരിയ അങ്ങനത്തെ ഒരു രീതിയിൽ ആ രീതിയിൽ പിന്നെ നിയമങ്ങൾ പറയാപ്പം അതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇതിലുണ്ട്. അവരെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പം പക്ഷെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഇവന്റ് പോലെ ആയിരിക്കും. നമുക്കിപ്പോ കേരളത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് അത് കൂടുതൽ ഫോറിനേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും, സ്റ്റേറ്റ്സിലെ ആൾക്കാരെ കൊണ്ട് കൊണ്ടുവരാം, അങ്ങനൊക്കെ ചെയ്യാം. നമ്മളെ വരെയുള്ള ഇവന്റ് കമ്പനീനെ ഗവൺമെന്റ് കൂടി സപ്പോർട്ട് ചെയ്തിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. ഇവിടെ കുറെ ഇവന്റ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ആ ഒരു എന്താ പറയാ ആളുകളിലേക്ക് കൂടുതൽ എത്തുന്നതെങ്കിലാണ് കൂടുതൽ ഇവന്റ്സ് ചെയ്യണം. ആ സ്കെയിൽ ഇല്ലെങ്കിലും ചെറിയൊരു സ്കെയിലിൽ നിങ്ങൾ പറഞ്ഞ പോലെ വയനാടോ ഡിഫറെന്റ് സ്റ്റൈലിൽ ഹിൽ ഏരിയകളിലാണ് കൂടുതലായിട്ട്. പിന്നെ ഇതിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പറയാൻ കാരണം ഇവന്റ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഫേർട്ട് 100% എഫേർട്ട് അതിലെടുക്കുമ്പോൾ പോലും സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഒരു എന്താ പറയാ, അതായത് ഇവന്റ്സ് കംപ്ലീറ്റ് ആവുന്നവരെ ആ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ, അതായത് ഇപ്പൊ പറഞ്ഞല്ലോ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ അവര് ഇനിയും ഇവന്റ്സ് ചേർക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്ത് അപ്രിസിയേഷനോ അങ്ങനെ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എനിക്ക് പിന്നെ ഈ ഇവന്റിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മളെ ടൂറിസം മിനിസ്റ്റർ വിളിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ റിയാസ് സാർ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷേ പിന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇവന്റിൽ മിനിസ്റ്റർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ശശീന്ദ്രൻ ഫോറസ്റ്റ് മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പേഴ്സണലി റിയാസ് മിനിസ്റ്റർ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് എന്താ പറയാ, നമ്മളെ സംബന്ധിച്ചോളം പ്രൗഡ് മൊമെന്റ് ആണ്. അത്രയും വലിയൊരു ഇവന്റ് നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ മിനിസ്റ്റർ അടുത്തും പറഞ്ഞത് ഈ കാര്യം, ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങളെ സപ്പോർട്ട് വേണം പറയാൻ. കാരണം കേരള ഗവൺമെന്റ് അവർ ആ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പല ഇവന്റ്സ് നമുക്ക് അവിടെ ചെയ്യാവുന്നത്. അല്ല, നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് പല സ്കെയിലുള്ള ഇവന്റ്സും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കോഴിക്കോട് ചെയ്യുന്നത് സേഫാണ്, എല്ലാം കൊണ്ടും സേഫ്. ആളുകൾ നമ്മളെ വളരെ സപ്പോർട്ടാണ്. ഫോറിനേഴ്സ് ആണെങ്കിൽ പോലും ഫോറിനേഴ്സ് ഇവിടെ കേരളത്തിൽ വരുമ്പോൾ ഇവിടുത്തെ കൾച്ചർ എന്താണ് ആ ഒരു രീതി ഉണ്ടാവും. ഇപ്പം കാലിക്കറ്റ് ബീച്ച് തന്നെ എടുക്കുകയാണെങ്കിൽ അവർ ഓൾറെഡി ഒരു ബക്കറ്റ് ലിസ്റ്റ് ഓഫ് ഒരു പ്ലേസസ് ഉണ്ടാവും. ആ പ്ലേസസ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. അതിൽ കാലിക്കറ്റ് ബീച്ച് പറയുകയാണെങ്കിൽ ഒരു ബീച്ച് ഏരിയ മാത്രം അല്ലാതെ തന്നെ പല സ്ഥലങ്ങളുണ്ട്. മിഠായി തെരുവ് അങ്ങനെ ഇപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ മിഠായി തെരുവ് മാത്രമല്ല, തോണിക്കടവ്, അങ്ങനെ ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്.
അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ മിനി ഒരു സ്വിറ്റ്സർലാൻഡ് ടൈപ്പ് ഒരു ഇതാണ് തോണിക്കടവ് വരുന്നത്. അവർ ആ ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഫോറിനേഴ്സിനെയും കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്തിട്ട് കേരള ഗവൺമെൻറ്റും ആ ഒരു രീതിയിൽ ടൂറിസം എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ, പ്രൈവറ്റ് ആണെങ്കിൽ പോലും അത് സപ്പോർട്ട് ചെയ്യാൻ ഒരു ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവൻറ്റുകൾ നല്ല രീതിയിൽ നടത്താൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും നിർത്താൻ പറ്റും. വർക്കല അതിനെ പറ്റിയ നല്ലൊരു പ്ലേസ്. അവർക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ട്രിവാൻഡ്രത്ത് അവർ വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. അതേപോലെ തന്നെ മലബാർ സൈഡിൽ വരുമ്പോൾ നമുക്ക് കോഴിക്കോട് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. കോഴിക്കോട് തന്നെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇതേമാതിരി ഒരു ദ്വീപ് ആയിട്ടുള്ള ന്യൂ ഇയർ പിന്നെ ഇവന്റ് ചെയ്യുമെന്ന് വെച്ചിട്ട് അപ്രോച്ച് ചെയ്തു. ന്യൂക്കട്ട് എന്ന സ്ഥലം പരപ്പനങ്ങാടി സൈഡിലൊക്കെ ശരിയായ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, അധികം പേർക്ക് അറിയാത്ത കൊച്ചു മാൻമെയ്ഡ് ദ്വീപ് പോലുള്ള സ്ഥലങ്ങൾ. അവിടെയൊക്കെ ശരിയായ നല്ല രീതിയിൽ ഇവന്റ്സോ തിക്കോടി ഡ്രൈവ് മറ്റേ ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം, ഡ്രൈവിംഗ് ബീച്ചസ്, അതിന് കുറെ ഡെവലപ്മെന്റ് വരുന്നുണ്ട് അവിടെ. ടൂറിസം ആ ഡെവലപ്മെന്റിന്റെ കൂടെ തന്നെ അവിടെ നല്ല രീതിയിൽ ഫ്ലാറ്റുകൾ കാര്യങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട്. അവർക്കും കൂടുതൽ ഇതിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭമുള്ള ഒരു കാര്യമാണ്. അല്ല അവര് പിന്നെ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ഒരു ഏരിയ മൊത്തത്തിൽ ഓൺ ആവില്ല. അതെ, അവിടെ ബിസിനസ് നടക്കും. ഇപ്പം ഈ ഹോട്ടൽസിന് സ്റ്റേ വരും, റെസ്റ്റോറൻറ്റ്സിന്. എനിക്ക് തോന്നുന്നു അന്ന് ഇവന്റ് നടക്കുന്ന അന്ന് ഇവിടെ നിന്നുള്ള ആളുകൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ അറ്റത്തുനിന്ന് വരെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാൻ. കാരണം ആർട്ടിസ്റ്റ് വരുന്ന സമയത്ത് പോലും, ആർട്ടിസ്റ്റ് വരുന്ന അല്ലാതെ തന്നെ ആളുകൾ ഇവരെ കാണാൻ വേണ്ടിയിട്ട് അവിടെ റൂം എടുത്ത് താമസിക്കുകയാണ്. തലേന്ന് റൂം ഫുള്ളാ. കോഴിക്കോട് ഒരു ഹോട്ടലിലൊക്കെ റൂം ഫുള്ളായിരുന്നു. അതൊരു വീക്കെൻഡ് അല്ലാന്ന് തോന്നുന്നു, വർക്ക് അല്ലാത്ത ദിവസമാണ് നടന്നത് പരിപാടി. ശനിയാഴ്ച ഞായറാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അതെ, വീക്കെൻഡ് അല്ലാത്ത ദിവസം വെച്ചിട്ട് പോലും ഇത്രയും ക്രൗഡ്. അതിനെക്കൊണ്ട് ചൊവ്വാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് 1,00,000 മുകളിൽ കയറിയത്. ഈ ശനിയാഴ്ച നൈറ്റോ ആണെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മളെ കയ്യിൽ നിൽക്കൂല സാർ. ഞാൻ ആ ഡ്രോൺ ഷോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കടലിന്റെ മറ്റേ തിരമാല വരുന്ന സംഭവത്തിന് ആ അറ്റത്ത് വരെ, ആ ഒരു സൈഡിൽ, ആ ഒരു എൻഡിങ് സൈഡിൽ വരെ, അതായത് ജസ്റ്റ് ആ പൂല് വെള്ളത്തിൽ വരെ, ആ സൈഡിൽ വരെ ആളുകളാണ്. കറക്റ്റ് ആ വിഷ്വൽസിൽ കറക്റ്റ് കാണുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ അത്രയും അപകടകരമായ കാര്യമാണ്. കാരണം അത്ര ഇതിൽ ഒരു ലൈഫ് ജാക്കറ്റോ കാര്യങ്ങളോ, ഈ ബോട്ടിങ് കാര്യങ്ങൾ നടക്കുന്ന ഏരിയ പോലും അല്ല അത്. ആ ഏരിയ അത് അങ്ങനത്തെ ഒരു ഏരിയ ആണ്, ബീച്ചിന്റെ ആ സ്റ്റേജിന്റെ സൈഡ് എന്ന് പറയുന്നത്. പക്ഷെ അത്രയും സേഫ് അല്ലാത്ത രീതിയിൽ പോലും ആളുകൾ നിന്നിട്ട് പരിപാടി കാണാൻ. അപ്പൊ മരത്തിന് മുകളിൽ ആ മരത്തിന് മുകളിൽ ആ റീല് കണ്ടായിരുന്നു. മരത്തിന്റെ മുകളിലൊക്കെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ട്രക്ക് അതിൽ പോയി ബ്ലോക്ക് ആയി. ഈ ട്രക്കിന്റെ മുകളിൽ കയറിയിട്ട് ആൾക്കാരെ കാണുന്നു. ഞാൻ എഞ്ചിനീയറെ ജസ്റ്റ് ഒന്ന് വണ്ടിയില് പിന്നെ പറഞ്ഞു വിടാൻ വണ്ടിയുടെ കൂടെ പോയപ്പോ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല, ഫുൾ സ്റ്റക്കാണ്. അപ്പം കാറില് പിന്നെ ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് പോയതാ. അപ്പൊ ഈ ട്രക്കിന്റെ മുകളിൽ കയറിയിട്ട് ഡാൻസ് കളിക്കുന്നത് വേണം പെർഫോം ചെയ്തോണ്ടിരിക്കേണ്ടത്. അപ്പൊ ആ സമയത്ത് ട്രക്കിന്റെ മുകളിൽ കയറിയിട്ട് അതേതൊരു ബ്ലോഗറിന്റെ വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു ഇതിന്റെ സംഭവം. അതായത് ട്രക്കിന്റെ മുകളിലേക്ക് കയറുന്നതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ബ്ലോഗർ അതിൽ കയറിയിട്ട് ഡാൻസ് ചെയ്തു. പിന്നെ ഈ സ്റ്റേജിന്റെ നമ്മളൊക്കെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ലാസ്റ്റ് ടൈമിലേക്ക് എൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞമാതിരി ഫുൾ ആൾക്കാർ ഇങ്ങനെ അടുത്തടുത്ത് വരിക സംഭവം. അവരൊക്കെ കൂടി ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞു കഥ. ഒന്ന് ആലോചിക്കുക, കോടിക്കണക്കിന് സാധനങ്ങൾ സ്റ്റേജിൽ, അത്രയും സംഭവങ്ങൾ അതിൽ. പിന്നെ ഭയങ്കര ടെൻഷനല്ലേ. കയറിയാലും ഇങ്ങോട്ട് കയറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ലൈറ്റ് ആയിക്കോട്ടെ, സൗണ്ട്സ് ആയിക്കോട്ടെ, LED ആയിക്കോട്ടെ, ഫുൾ എക്സ്പെൻസീവ് സാധനങ്ങളാണ്. അപ്പൊ അതിന്റെ ടെൻഷനൊക്കെ എന്താ പറയാ, ആർക്കും അറിയില്ലല്ലോ ഈ സംഭവങ്ങളൊന്നും. നമ്മള് എല്ലാം കൂടി നോക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ സമയത്തൊക്കെ. ആളുകൾ അത്രയും വന്നിട്ടുള്ള സംഭവം. പിന്നെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തല്ല നടത്തുന്നത്. അത്രയും ഇത് ഉള്ളൊരു ആളുകളെ ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ അവിടെ ഉള്ള. അതിലും കൂടുതൽ ആളുകൾ വരുമ്പോ ഉണ്ടാവുന്ന ഒരു ഇതല്ല, നമ്മള് പ്രതീക്ഷിക്കാട്ടി ഒത്തിരി ആൾക്കാർ കൂടുതൽ വന്നത്. നമ്മൾ ആളുകൾ ഉണ്ടാവും നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അത് ഇത്രത്തോളം ഉണ്ടാവും അതും പറയണോ. നമ്മളെ രീതിയിൽ 1 lakh നമ്മൾ കണ്ടിട്ടുണ്ട്. 1 lakhിനടുത്ത് ആളുകൾ വരുന്നു. നമ്മൾ ഉദ്ദേശിച്ചത് ആ ഒരു റേഞ്ചിലാണ്. പക്ഷെ അതിലും കൂടുതൽ ആളുകൾ. എനിക്ക് തോന്നുന്നു റോഡ് എന്തായാലും ഒരു 1-2 മണിക്കൂർ നേരത്തേക്ക് ആ രീതിയിൽ വണ്ടിയിൽ പോകാൻ ഭയങ്കര. പോലീസിന് ലാസ്റ്റ് ടൈമിൽ എനിക്ക് തോന്നുന്നു 10 മണി വരെയാണല്ലോ പെർമിഷന്റെ ഇതിൽ. പക്ഷെ ഒരു 9:30 ആ സമയം തൊട്ട് തന്നെ പോലീസുകാർ ഇങ്ങനെ പറയുന്നുണ്ട് 10 മണിക്ക് നിർത്തൂ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു സൈഡിൽ നിന്ന്. എനിക്ക് തോന്നുന്നു സാറുമാർ അവിടെ നിന്ന് നേരെ വന്ന് ചോദിക്കുന്നുണ്ട് 10 മണിക്ക് നിർത്തില്ലേ. എന്നെ വിളിച്ച് 9:30 മണിക്ക് ഞാൻ പറഞ്ഞില്ലേ എഞ്ചിനീയർ ഞാൻ വിട്ടുകൊടുക്കാൻ വേണ്ടി പോയപ്പോ പിന്നെ
ഷാബിക്ക് ആയിക്കോട്ടെ, പിന്നെ വേടന്റെ കൂടെയുള്ള വേടന്റെ ടീം എല്ലാവരും എന്നെ വിളിക്കുക ഫോണിൽ. അന്ന് നെറ്റ്വർക്ക് പ്രശ്നമായിരുന്നല്ലോ. നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതായിരുന്നു. അപ്പൊ ഞാൻ രഞ്ജിനിന്റെ കൂടെ ഇങ്ങനെ പോയി കാറിന്റെ അടുത്ത് എത്തിയപ്പോ എനിക്ക് കോള് വന്നിട്ട് എനിക്ക് 4-5 കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എടുത്ത് അങ്ങോട്ട് പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. കാരണം ആരോ ഒരു കോളിൽ കിട്ടി. അപ്പൊ എന്നോട് പോലീസ് വന്നിട്ട് നിർത്താൻ പറയേണ്ടത് പറഞ്ഞു. 9:30 മണി കഴിഞ്ഞോളൂ. പിന്നെ അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിർത്തണം എന്നാ പറയണത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടുന്ന് ഓടുകയാണ്. മറൈൻ ഗ്രൗണ്ട് ഇല്ല നമ്മളെ, അവിടുന്ന് സ്റ്റേജിലേക്ക് ഞാൻ ഓടുക. ആ സൈഡിൽ കൂടെ വന്നു. അതെ എന്ന് വെച്ചാൽ റോട്ടിൽ കൂടെ നമ്മൾ അപ്പുറത്തെ ട്രാക്കിൽ കൂടെ ഓടാൻ പോലും ഇപ്പുറത്തെ ട്രാക്കിൽ കൂടെ തന്നെ ഞാന് പിന്നെ വാക്കി ടോക്കി കയ്യിലുണ്ട് വിട്ടിട്ട് ഞാൻ ഒറ്റക്ക് കിടന്ന് ഓടുക. എന്താ വെച്ചാൽ പോലീസുകാർ സ്റ്റേജിൽ കയറിയിട്ട് നിർത്താൻ പോകാന്ന് പറഞ്ഞു. 9:30 നിർത്തിക്കുകയാണെങ്കിൽ ആൾക്കാർ വിടും. 10 മണി വരെ നമുക്ക് ഷോ ഉണ്ടല്ലോ, വേറെ പാടി കഴിഞ്ഞിട്ടില്ല സംഭവം. അവസാനം ഓടിപ്പോയി. പിന്നെ അവിടുത്തെ ഞാൻ സ്റ്റേജിൽ എങ്ങനെ എത്തിയിട്ട് ഞാൻ പിന്നെ പോലീസുകാരോട് സംസാരിക്കണം. നമ്മൾ സാർ ഇങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ബാക്കിയുള്ളത് നമ്മളൊന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കിക്കോളാം, സാർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നോട് പറഞ്ഞ് കറക്റ്റ് 10 മണിക്ക് തന്നെ നിർത്തണോട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരങ്ങോട്ട് മാറി നിന്നു. പക്ഷെ അവരെന്താ വെച്ചാൽ ഈ ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിറയാണല്ലോ. സംഭവിക്കോ എന്നുള്ള ഒരു ടെൻഷനോട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ എന്തായാലും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു. ഇപ്പം നമുക്കറിയാം, ഒരു ഇവന്റ് കംപ്ലീറ്റ് ചെയ്ത് കുറെ ടെൻഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇവന്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇവന്റുകൾ ചെയ്യുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്താണ് പറയാനുള്ളത്? നമുക്ക് ഇങ്ങനത്തെ ഇത്ര ലാർജ് സ്കെയിൽ ഇവന്റ് നടത്തുമ്പോൾ ഒബ്വിയസ്ലി ക്രൗഡ് മാനേജ്മെന്റ് ശരിയായ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ബീച്ച് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അറിയുന്നതാണ് 1 lakh വരുന്നത്. നമ്മളെ കേപ്പബിലിറ്റിയിലും നമ്മുടെ ടീമോട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു അടുത്ത വേറെ വലിയൊരു ഇവന്റ് വരുമ്പോൾ ഒബ്വിയസ്ലി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ എത്ര നല്ല ബ്രാൻഡ് ആണെങ്കിലും ഒരു കാഷ്വാലിറ്റി, ഒരു മരണം വന്നാൽ അത് മൊത്തമായിട്ട് അതിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ എത്ര അത് നമുക്ക് ഒരു മരണപ്പെട്ട ഒരു വ്യക്തിക്ക് നമുക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ, പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നോക്കേണ്ട കാര്യം അതന്നെ, സേഫ്റ്റി. അത് നമ്മളാണെങ്കിൽ നമുക്കിപ്പോ അവിടെ എന്തെങ്കിലും കാഷ്വാലിറ്റീസ് വന്നാല് സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ള ആംബുലൻസ് ഉണ്ട്, എല്ലാം അവിടെ. ഇനിയിപ്പോ ഫയർ എന്തെങ്കിലും തീപിടുത്തം ഫയർ എഞ്ചിൻ, അപ്പൊ നമ്മൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് ആദ്യം റെഡിയാക്കി വെച്ചതാണ്. അവിടെ നിന്നുള്ള ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം വന്നു. ഇപ്പൊ ഒരു സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇറാഷ് ഖാന്റെ ഇതിൽ എന്താണ് ഈ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് ഈ ഷോ സക്സസ് ആവാൻ കാരണം നമ്മൾ ഓഡിയൻസ് 100%. എന്ന് വെച്ചാൽ അവർ ഓരോരുത്തരും ഇത് ഭംഗിയായിട്ട് തീരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അത് ഭംഗിയായിട്ട് തീർന്നത്. ഒരാള് വിചാരിച്ച് ഇത് പ്രശ്നമാക്കണം എന്ന് തോന്നിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി പ്രശ്നം ഫുള്ളായി. അപ്പം സത്യം പറഞ്ഞാല് ഇതിന്റെ ക്രെഡിറ്റ് ഫുള്ള് ഓഡിയൻസ് സത്യം 100% ഓഡിയൻസിനുണ്ടാണ്. അപ്പൊ ഇത് നമുക്കുള്ള പ്രചോദനം എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള വലിയ ഇവന്റ്സ് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം. വലിയ ഇവന്റ്സ് നമുക്ക് കോഴിക്കോടിനെ കൊണ്ടുവരണം, കോഴിക്കോട് ചെയ്യാം. അതിപ്പോ നമ്മളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ മറ്റുള്ള ഇവന്റ് കമ്പനി ആയിക്കോട്ടെ, നമുക്കിവിടെ കാണികൾ സേഫായിട്ട് നമ്മളെ എന്താ പറയാ ട്രീറ്റ് ചെയ്യാനുണ്ടെന്ന് കണ്ടിട്ടാണെങ്കിൽ നമുക്ക് എന്താ പറയാ കൂടുതൽ ഇവന്റ്സുകൾ ഇവിടെ എത്തിക്കാൻ വേണ്ടിട്ട് പറ്റും. അങ്ങനെ ഇനിയിപ്പോ പറയുകയാണെങ്കിൽ അപ്പം ഷാബിക് ബ്രോ, ഇറാഷ് ഖാൻ, അപ്പം ഇനി കാലിക്കറ്റ് ഇനി കത്തിക്കാൻ പോകുന്ന എന്തെങ്കിലും ഇവന്റ്സ് ഇനി വരുന്നുണ്ടോ? അല്ല, ഓൾറെഡി നമ്മൾ ഈ ഇവന്റിന് മുമ്പേ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏപ്രിലിൽ ഒരു ടെക്നോ ഇവന്റ് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് തന്നെ. അത് കോഴിക്കോട് കാണാത്ത രീതിയിലുള്ളൊരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ലെവൽ തന്നെ കോഴിക്കോട് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതി, അതൊരു ഇന്റർനാഷണൽ ലെവൽ ഒരു രീതിയിലുള്ള ആർട്ടിസ്റ്റും ഇന്റർനാഷണൽ ലെവലിൽ ടെക്നോ ഇവിടെ നമ്മൾ കോഴിക്കോട്ട് എക്സ്പീരിയൻസ് സാധാരണ നമ്മൾ കാണുന്നത് കൊച്ചിയിലും കാര്യങ്ങളിലാണ്. നാട്ടിൽ കാണുന്ന റിമിക്സസ് ആണ്, ഹിന്ദി സോങ്ങിന്റെ മലയാള സോങ്ങിന്റെ റിമിക്സ്. ഇത് നേരെ തിരിച്ചാണ്, ശരിയായ രീതിയിലുള്ള പക്കാ ടെക്നോ വരുന്നത്. അത് നമ്മളിപ്പോ ലാസ്റ്റ് ഒരു 1 to 2 months ബാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ ഒരു ഡിഫറെന്റ് സ്റ്റൈലും ഉണ്ടാകുമ്പോൾ അത് ആൾക്കാരെ ഏറ്റെടുക്കും. അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ജിടെക്കിന്റെ പരിപാടി ചെയ്ത പോലെ തന്നെ പിന്നെ നെക്സ്റ്റ് സാധനം അതേപോലെ തന്നെ. പിന്നെ നമ്മളൊരു യൂണിവേഴ്സൽ ആർട്ടിസ്റ്റിന്റെ ഒരു ഇവന്റ് ഇതേമാതിരി ഒരു 4-5 മാസം മുമ്പേ നമ്മൾ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഇലക്ഷനൊക്കെ വന്നപ്പം പിന്നെ നമ്മൾ കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചായിരുന്നു. വെന്യൂവിന്റെ പ്രശ്നമുണ്ടായിരുന്നു. അപ്പൊ ഇതിപ്പോ ബീച്ചിൽ ചെയ്ത് റിസൾട്ട് വന്നപ്പം ആ രീതിയിൽ നമ്മളടുത്ത് നമുക്ക് ബീച്ചിൽ തന്നെ ചെയ്തൂടെ എന്നുള്ള രീതിയിൽ നമ്മളോട് ചോദിച്ചിട്ട് അതിന്റെ മീറ്റിംഗ് നടന്നോണ്ടിരിക്കുന്നത്. അത് സക്സസ് അത് നടക്കുകയാണെങ്കിൽ അത് പിന്നെ യൂണിവേഴ്സൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ലെവലിൽ തന്നെ. അതെ, ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് ആണ്. നമുക്ക് ഏതൊരു ഇന്ത്യനും അറിയുന്ന ഒരു ആർട്ടിസ്റ്റ് വേറെ ലെവൽ ആർട്ടിസ്റ്റ് ആണ്.
ആളായിട്ട് ഓൾറെഡി നമ്മൾ സംസാരിച്ചതാണ്. അപ്പം അതിന് ഓൾറെഡി വെയിറ്റ് ചെയ്യണം. മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യം വെനുവിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, എവിടെ വെച്ച് ചെയ്യും, ഇത്രയും ക്രൗഡ് വന്നാൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെയുള്ളൊരു സാധനം. അപ്പോൾ ക്രൗഡ് വന്നു, നമ്മൾ മാനേജ് ചെയ്തു. അപ്പൊ ഇനി അവിടെ തന്നെ ചെയ്താലോ എന്നുള്ള രീതിയിൽ ആ ക്ലയന്റ് നമ്മളായിട്ട് ഇപ്പൊ സംസാരിച്ചിട്ടുണ്ട്. ആർട്ടിസ്റ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പൊതുവെ ഞാൻ കണ്ടൊരു സംഭവമാണ്, അതായത് ഇവന്റ്സിലും കാര്യത്തിലാണെങ്കിൽ തന്നെ ഇപ്പം വളർന്നു വരുന്ന ആ ഒരു യുവതലമുറ സംഭവം ഇൻസ്പയർ ആയിട്ട് ഇവന്റ് കാര്യങ്ങൾ, ഫോട്ടോഗ്രാഫി, എന്താ പറയുക, വീഡിയോഗ്രാഫി എല്ലാ ഇതിലേക്കും ഇറങ്ങുന്നുണ്ട്, ഫ്രീലാൻസ് ആയിട്ട് വർക്കുന്നത്. അപ്പൊ ഞാൻ കണ്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഒരു കാഴ്ചപ്പാടേ മാറി. ഡോക്ടർ, എഞ്ചിനീയർ, ആ സംഭവം മാറി. ഇപ്പം ആളുകൾ ചിന്തിക്കുന്നത് കോണ്ടന്റ് ക്രിയേഷൻ, യൂട്യൂബ് ബ്ലോഗിങ്, ഗെയിമിംഗ്, ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. വരുമാന മാർഗത്തിൽ അല്ലാതെ ഫെയിം എന്നുള്ളൊരു സംഭവം കൂടി. ഈവൻ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ ഹനാൻഷ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ പറയാം, അവരെ ഫാമിലി മൊത്തമായിട്ട് ഒരു എന്താ പറയാ, ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളും ഇതല്ലാതെ തന്നെ ബ്ലോഗിംഗ് ഉണ്ട്, ഫാമിലി ബ്ലോഗിങ്ങും കാര്യങ്ങളുണ്ട്. അല്ലാതെ ഒരു ആർട്ടിസ്റ്റ് ആണ്, അവരുടെ കൂടെ തന്നെ ഉള്ളവർ അനിയൻ പാടുന്നതാണ്. അതേപോലെ തന്നെ ഇത് കണ്ടിട്ട് ആളുകൾ കൂടുതൽ കണ്ടന്റ് ക്രിയേഷനിലും ഇതിലും വരുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഒരു ഇവന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് കൂടുതൽ സപ്പോർട്ടീവ് അല്ലേ. ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ ഡെവലപ്പ് ആവുകയാണ്. അപ്പം അത് പുതിയൊരു സംഭവം, ഇന്റർനാഷണൽ ലെവൽ സംഭവം കൊണ്ടുവരുന്നു. ആ ഇന്റർനാഷണൽ ലെവൽ സംഭവം കൊണ്ടുവരുമ്പോൾ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇങ്ങനത്തെ സംഭവങ്ങളും ഇവിടെ ചൂസ് ചെയ്യാൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കൊടുക്കുകയാണ്. അത് ഒരു സപ്പോർട്ടീവ് അല്ലേ. എന്താണ് യൂത്തിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? അതായത് മീൻസ് ഇപ്പം ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ആളുകളില്ലേ, അവർക്ക് കൊടുക്കാനുള്ള? എനിക്കിപ്പോ ഒരാൾ പറയാനുള്ളത് വെച്ചാൽ നമ്മള് പാഷനേറ്റ് ആയിട്ട് ഒരു വർക്ക് എടുത്താല് അത് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ അർജുൻ പറഞ്ഞ പോലെ ഇപ്പൊ വീഡിയോഗ്രാഫി ആണെങ്കിലോ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം ഇത്രയും ജനങ്ങൾ അറിയാൻ കാരണം ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. യെസ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അത് ശരിയായ രീതിയിൽ ആൾക്കാരിൽ എത്തുന്നുണ്ട്. ആളുകൾ എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷമാണ് കൂടുതൽ എന്താ പറയാ കോണ്ടന്റ് ക്രിയേഷനിൽ കൂടുതൽ ഒന്നായത്. പിന്നെ സോഷ്യൽ മീഡിയ, അത് നമ്മളെ ഏത് ഏജ് ഗ്രൂപ്പ് എന്നുള്ളതല്ല, ഓൾഡ് ഏജിലുള്ള ആളുകൾ പോലും ഫോൺ എടുത്തിട്ടാണ്. TV എനിക്ക് തോന്നുന്നു ഇപ്പൊ സൈഡായി, എന്താ പറയാ, ഫോണിലാണ് എല്ലാം ന്യൂസും മൊത്തം കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓൺലൈൻ രീതിയിലുള്ളതായതുകൊണ്ട് അത് ഡിഫറെന്റ് ആയിട്ട് മാറി. അതായത് ആളുകളിലേക്ക് പെട്ടെന്ന് ന്യൂസ് എത്തുക. ഇപ്പം വേറെ അന്യരാജ്യത്തുള്ളതൊന്നുമില്ല, എല്ലാം പെട്ടെന്ന് എത്തുക. മീഡിയ 24 hours അപ്ഡേറ്റ് ആവുക. പക്ഷെ ഇന്നിപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്, ഇനിയിപ്പോ കൊച്ചിയിൽ ഇവിടെ സംഭവിച്ചോ, നിങ്ങൾ കണ്ടോ, അത് എന്നുള്ള രീതിയിൽ ഒരുപാട് കോണ്ടന്റ് വരും. അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്, ഫുൾ അപ്ഡേറ്റ് വരും. അതിന് ശരിയായ രീതിയിൽ റെമ്യൂണറേഷൻ നമ്മുടെ നാട്ടിലുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഇത് ആവശ്യമുള്ളവരുണ്ട്. ഇപ്പൊ ശരിയായ രീതിയിൽ ബ്രാൻഡ് ഇൻഫ്യൂസ്ഡ് ചെയ്തിട്ടില്ല പല പല ബ്രാൻഡ്സിന് കോണ്ടന്റ്സ് ഉണ്ടാക്കി കൊടുത്തിട്ട് റവന്യൂ മോഡൽ ഉണ്ട്. അത് അക്സെപ്റ്റഡ് ആണ് ആൾക്കാർ. അതിന് കുറെ നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും ഉണ്ട്. എല്ലാത്തിനും ഉണ്ടാവും, ഓരോ രീതിയിൽ ഉണ്ടാവും. അതിന്റെ പോസിറ്റീവ് ഇത് മാത്രം എന്നുള്ള രീതിയിലാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള വേലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഞങ്ങളുടെ ഓഡിയൻസിനോട് നിങ്ങൾക്ക് പറയാനുള്ളത്? അതായത് നമ്മൾ കോഴിക്കോട്ടങ്ങാടി ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളത്, പിന്നെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഫുഡ് ഹബ്ബ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലായിടത്തും വേൾഡിൽ എവിടെ പോയാലും ഫുഡിന്റെ ഹബ്ബ് കോഴിക്കോട്, മിഠായി തെരുവ്, അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ഷോസ് ചെയ്യാൻ പറ്റിയ സ്ഥലം കോഴിക്കോടാണെന്നുള്ള രീതിയിൽ ഇവന്റ് ഹബ്ബാക്കി നമ്മൾ ആഗ്രഹിക്കുന്നത്. പലതരം സോങ്സ്, ഡിഫറെന്റ് സ്റ്റൈലിലുള്ള സംഭവം, ഒരു എന്റർടൈൻമെന്റ് ഹബ്ബാക്കി. അതെ, ഹബ്ബാക്കിയിട്ട് മാറ്റണം എന്നുള്ളതാണ്. നമ്മളെ പോലുള്ള ഒത്തിരി ഇവന്റ് കമ്പനീസ് ഉണ്ടാവും. എല്ലാരും മുമ്പോട്ട് വന്നിട്ട് എന്താ പറയാ, ഇതേ എയിം വെച്ചിട്ട് മുന്നോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു ഹബ്ബാക്കിയിട്ട്. ഇപ്പൊ തന്നെ ആളുകൾ കൂടുതൽ അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോഴിക്കോടിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നല്ല നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഇവന്റ്സ് കൊണ്ടുവരണം. എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ ആളുകളുണ്ട്, ആസ്വദിക്കുന്ന ആളുകൾ, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇവിടെ സത്യം പറഞ്ഞ പ്രശ്നങ്ങൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കോൺഫിഡൻസ് ആണല്ലോ. ഒരാൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ബ്രാൻഡ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് നല്ല ഭംഗിയായിട്ട് നടക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനും ടെൻഷനും ഉണ്ടാവും. അതിന് സേഫ് ആയിട്ടുള്ള സ്ഥലം 100% കോഴിക്കോടാണ്. അതൊരു സംശയമില്ല. അത് നമ്മൾ പല പ്രാവശ്യം തെളിയിച്ച് കാണിച്ചു കൊടുത്തതാണ്. ഇപ്പൊ വലിയൊരു ഇവന്റ് നടത്തുന്ന സമയത്ത് അത് കൂടുതൽ അത് ആളുകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും വലിയ ഇവന്റ്സ് ഇതേപോലെ തന്നെ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ തന്നെ ഒരുമിച്ചിട്ട് ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. വലിയ ഇവന്റ്സ് ആയിട്ട് നമ്മൾ തീർച്ചയായും വീണ്ടും നല്ല ഉഷാറായിട്ട് കോഴിക്കോട് കത്തിച്ച് കാണിച്ചു കൊടുക്കും. വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് ആ ഒരു പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കും. അതാണ് ശരിക്കും അതല്ലേ. അത് കോർഡിനേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവന്റ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഒരു ടീം വർക്കാണ്.
എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ഈ ഇവന്റ്സും കാര്യങ്ങളും ഇവിടെ നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതൽ ബിൽഡിങ്സും കാര്യങ്ങളും എല്ലാ ഹബ് മീൻസ് അതായത് പൊതുവെ ഒരു ബിസിനസിന്റെ ഒരു രീതിയിൽ. അല്ല, കോഴിക്കോട് സത്യം പറഞ്ഞാൽ ഒരുപാട് ഡെവലപ്പായിട്ട് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. എല്ലാവർക്കും ഇഷ്ടമാണ് കോഴിക്കോട്. കോഴിക്കോട്ടേക്ക് ടെക്നിക്കലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റിയില് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഫ്യൂച്ചറിൽ ഇനിയും ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഇവന്റ്സ് വരണം എന്തായാലും. അതിപ്പോ ഒരു ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. അതായത് വൈകുന്നേരങ്ങളിൽ ഭയങ്കര വർക്ക് പ്രഷർ ഉള്ള ആളായിരിക്കും. ഈ വർക്ക് പ്രഷറിന്റെ ഇടയിൽ ജസ്റ്റ് ഒരു ഇതെന്നുള്ള രീതിയിലാണ്, അതായത് വർക്ക് പ്രഷറിന്റെ ഇടയിൽ കുറച്ചൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ആ ബീച്ചിന്റെ സൈഡിൽ ഒറ്റയ്ക്ക് പോയി ഇരുന്നിട്ട് കുറച്ച് കാറ്റും കൊണ്ട് വെച്ച് ഒരു ചായ ഒരു കട്ടൻ ചായ കുടിച്ച് ആ ബീച്ചിന്റെ സൈഡിൽ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ അത് കിട്ടുന്ന ഒരു സുഖം അത് വേറെ തന്നെ അല്ലേ. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളെ മനസ്സ്, അതായത് നമ്മളെക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആളുകളാണ്, നമ്മൾ അറിയാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ നമ്മളെടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ ടെൻഷൻ ഒന്നും അല്ലാതെ മീൻസ് അതായത് ആ ഒരു പ്രശ്നം ഇതൊക്കെ എന്താ പറയുക ആ കാറ്റ് കൊണ്ടുപോകും എന്നുള്ള രീതിയിലായിരിക്കും. സത്യം നമ്മുടെ സ്റ്റാർബക്സ് മുതൽ നമ്മുടെ കോർപ്പറേഷൻ ഓഫീസ് വരെ ഒന്ന് രണ്ട് ആൾക്കാർ പാടുന്നുണ്ടാവും, പിന്നെ ഡാൻസ് ചെയ്യുന്നുണ്ടാവും. അവിടെ ഒരു കൂട്ടം ആൾക്കാർ കൂടിയിട്ടുണ്ട്. അത് ശരിക്കും അവരെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള അതിനോടുള്ള ടെൻഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഫാമിലി പ്രോബ്ലം ആയിരിക്കാം. ഇതൊന്നും ഒരു പ്രശ്നമല്ല, കുടുംബത്തിലുള്ള പ്രശ്നം ഇതൊന്നുമല്ല. പക്ഷെ അതൊക്കെ മാറണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു നമ്മളെ മൈൻഡ് റിലാക്സ് ആക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടും കൂടിയാണ് കോഴിക്കോട് ബീച്ച്. അത് പേഴ്സണലി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് രണ്ടാക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഫ്രീ ടൈമിൽ ഇപ്പൊ കോഴിക്കോട് വരുന്ന ഏത് വ്യക്തിയാണ്, ഇപ്പൊ മലപ്പുറത്താണെങ്കിലും കണ്ണൂർ ലോങ് പോയിരുന്നതാണ്, ആരാണെങ്കിലും ഫസ്റ്റ് എത്തുന്നത് ബീച്ചിലേക്ക്. അതിനിപ്പോ എത്ര പണമുള്ള ആളാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ബീച്ചിൽ പോയിട്ട് ജസ്റ്റ് ഇനി രാത്രി ആണെങ്കിലും വൈകിട്ടാണെങ്കിലും സൺസെറ്റ് ഒക്കെ കണ്ടെന്ന് ഒരു പീസ് ഓഫ് മൈൻഡ് ഇരിക്കാൻ നമ്മൾ എല്ലാവർക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ ബീച്ചിൽ എത്ര ആൾക്കാർ ഇപ്പൊ ഏത് സാമ്പത്തിക വ്യവസ്ഥ ആരും വന്നാലും അത്ര ഏവർക്കും ഇഷ്ടപ്പെട്ട ആ ഒരു ബീച്ച് നമ്മൾ അത്ര അടിപൊളി ഒരു പരിപാടി നമുക്ക് നടത്തിയത്. പക്ഷെ അത്രയും വലിയൊരു ഒരു ബീച്ചിന്റെ ഒരു ഇതില് ആ വെന്യൂ വെക്കാനും അത് ആളുകളിലേക്ക് സ്റ്റാർബക്സിന്റെ സ്ട്രീമിങ്ങും അതൊക്കെ കൂട്ടി ചിലപ്പോ ടൗണിൽ പല ഭാഗത്തും ലൈവ് സ്ട്രീമിംഗ് പോകുന്നുണ്ടായിരുന്നു, വണ്ടികൾ പോയിട്ടുണ്ട്. അപ്പൊ അത് ആ കണക്കൊക്കെ എടുത്ത് അത് ടെക്നോളജി ഇതായിട്ടാണല്ലോ ജി ടെക് എന്നുള്ള പേരല്ല. അപ്പൊ ആ ടെക്നോളജി എന്തെങ്കിലും ഡെവലപ്പ് ആയി ജി ടെക് ആണ് ടെക്നോളജി. യെസ്, അതാണ് കോഴിക്കോട് സിറ്റിയിൽ ലൈവ് സ്ട്രീം പോയി ലൈവ് പോയി $1 ലക്ഷം ആവില്ല. പ്രത്യേക താങ്ക്സ് തന്നെ പറയണം മെഹറൂഫ് ഖായിലെ. പ്രത്യേക വേറെ തന്നെ രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഷോ നടക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി. ഇത്രയും പീക്ക് ലെവലിൽ അത് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ സംസാരത്തിലും മനസ്സിലാവും ഏത് ലെവലിലുള്ള ഒരാളാണെന്നുള്ളത്. രണ്ടു ഓർത്ത വളരെ ഇനി അതാണ് അത് ആ ഒരു രീതിയാണ് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ബ്രാൻഡിങ് കണ്ട് മറ്റു ബ്രാൻഡുകളും കാര്യങ്ങളും ഇതിൽ ഇടപെട്ട് കൂടുതൽ ഇവന്റ്സും കാര്യങ്ങളും ചെയ്യാം. ഇങ്ങനെ ഒരു ഇവന്റ് നടത്തിക്കൊണ്ട് ഒരുപാട് പേരെ സംബന്ധിച്ചോ ജിടെക് ആണ് ഒരു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അത് മാത്രമായിട്ട് എന്നുള്ള രീതിയിൽ. ഇപ്പൊ ശരിക്കും ഒരു ഫേസ് മാറി, ജനറേഷൻ മാറാണ്, ഒരു പുതിയ യുഗം, പഠിക്കുന്നത് ഹൈടെക് ലെവലിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത് കാലാണ് കാലം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പുതിയ പുതിയ കോഴ്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ അപ്പൊ ശരിക്കും രീതിയിൽ ഒരു മോഡലും ഫേസും മാറിയിട്ടുണ്ട്. അത് ആളിലോട്ട് അത് അവർക്ക് എത്താനും പറ്റും. അതേപോലെ ഇനിയും ഇവന്റ്സും കാര്യങ്ങളും നമ്മളെ കോഴിക്കോട് വേദിയാവട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് താങ്ക് യു ഇറാഷ്ക ആൻഡ് ഷാബിക് ബ്രോ. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഇവന്റ്സും കാര്യങ്ങളും നമ്മളെ കോഴിക്കോട്ടുകാർക്ക് കൂടുതൽ സ്വപ്നങ്ങൾ, നമ്മൾ കോഴിക്കോട്ടുകാരുടെ കുറെ സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവട്ടെ. അത് നിങ്ങളിൽ കൂടെ ഇവന്റ്സും കാര്യങ്ങളിൽ കൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്. Thank you.